ഹലോ, നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഡൗട്ട് വരുന്നൊരു കാര്യമാണ് നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ. നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് തന്നെ 3 നൈറ്റി ബിറ്റ് ഒരുമിച്ചാണ് നമ്മളിന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഈ ഒരു തുണിയാണ് കേട്ടോ. നല്ലൊരു പിങ്ക് കളറിൽ ഇതുപോലത്തെ യെല്ലോ ഡോട്ടഡ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇത് 3/20 ബിറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് തുണിയായിട്ട് വന്നത്. ഇതേപോലെ തന്നെ നമുക്ക് വേറെ 2 തുണി കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു തുണി നല്ലപോലെ വിരിച്ചിടാം. അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തേതായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലത്തെ റെഡും ബ്ലാക്കും വരുന്ന തുണിയാണ് കേട്ടോ. ഇത് 3 മീറ്ററാണ് നീളം വരുന്നത്. അപ്പോൾ ഈ തുണി എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിരിച്ച് വെച്ച് കൊടുക്കണം. വിരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് 3 മീറ്ററും നേരത്തെ വെച്ചത് 3/20 അപ്പോൾ നമ്മൾ എപ്പോഴും അടിവശം കറക്റ്റ് ചെയ്തിട്ടാണ് വെക്കാൻ വേണ്ടിയിട്ടോ. ഈ മോൾ വശമല്ല, ഈ മടക്ക് വരുന്ന ഭാഗമല്ല കറക്റ്റ് ചെയ്യേണ്ടത്. നേരെ അടിവശം എൻഡിൽ കരഭാഗം വരുന്ന ഭാഗം ഈ ഒരു അടിവശമാണ് നമ്മൾ എപ്പോഴും കറക്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് നമ്മൾ അടിയിൽ നിന്ന് മുകളിലായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് അടിവശമാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അടിയത്തെ 3/20 മുകളിലത്തെ 3 മീറ്ററിൻ്റെയാണ്. അപ്പോൾ അടിവശം കറക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ മോൾ വശത്ത് ചെറിയൊരു ഗ്യാപ്പ് വരും. അത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന ഭാഗമാണ് മോൾ വശത്തേക്ക് വരിക. അപ്പോൾ എപ്പോഴും അടിയിൽ നിന്ന് എടുക്കണം. മൂന്നാമത്തെ നൈറ്റി ബിറ്റ് വന്നിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളറുള്ള നൈറ്റി ബിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് 3/20 ബിറ്റാണ്. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ അടിവശം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നല്ല പോലെ വിരിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 3 ബിറ്റ് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 3/20 ഒന്ന് 3 മീറ്ററിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിവശം നല്ല പോലെ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് വിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിവശം ഫുള്ള് ഒരേ ലെവലിലാണ് വന്നിരിക്കുന്നത്. ഈ ടോപ്പ് വരുന്ന ഭാഗത്ത് നമുക്ക് 3 ലെങ്ത്തിലായിരിക്കും വരിക. ഓക്കെ, ഒന്ന് കാണിച്ചു തരാം. കേട്ടോ, മുകളിലത്തെ 3/20 അടിയത്തെ 3/20 പക്ഷേ സെൻറ്ററിൽ വന്നിരിക്കുന്നത് 3 മീറ്ററിൻ്റെയാണ്. അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്ലീവ് വെട്ടുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ഒരേപോലെ ഇതിനകത്ത് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല പോലെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വിരിച്ച് വെച്ച് കൊടുക്കുക. അടിവശം കറക്റ്റ് ചെയ്തിട്ട് വേണം ഇതുപോലെ ലെങ്ത്ത് കുറവുള്ള ഒരുമിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് വെക്കാൻ വേണ്ടി. അപ്പോൾ നൈറ്റി കട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്ലീവിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അടിയിൽ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം മടക്ക് വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ലീവ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് ഒരുപാട് ജോയിൻറ്റ് വന്ന് ആകെ വൃത്തികേടായി പോകും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക, അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് ഇറക്കം മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ മാർക്ക് ചെയ്യുന്ന നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അടിവശത്താണ് നമ്മൾ മെഷർമെൻറ്റ് ഇപ്പോൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അടിവശത്തേക്ക് ചെല്ലുക. അടിവശത്ത് നമ്മൾ ഇതുപോലെ മടക്കി അടിക്കാനുള്ള ചെറിയൊരു മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഇറക്കുക അതിനനുസരിച്ച് നിങ്ങൾ മെഷർമെൻറ്റ് പിടിക്കുക. നമുക്കിവിടെ 52 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു മടക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 52 ഇഞ്ച് കിട്ടണം. അപ്പോൾ നമ്മൾ ഏറ്റവും അടിയിൽ നിന്നായിട്ട് നമ്മൾ മുകളിലേക്ക് നൈറ്റ് ഏറ്റവും അടിവശത്താണ് കേട്ടോ, നമ്മൾ മുകളിലേക്കായിട്ട് നമ്മളിതുപോലെ 54 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം കസ്റ്റമർക്ക് 52 ഇഞ്ചാണ് അളവ് വരുന്നത്. 53 ഇഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 54 ഇഞ്ച് വെച്ചിട്ട്, കാരണം 1 ഇഞ്ച് അടിവശം മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് 54 ഇഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 54 ഇഞ്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗമായിട്ട് നമ്മളിതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് സ്ലീവിനായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാകുമ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 54 ഇഞ്ചിൽ നമ്മൾ ആദ്യം ഷോൾഡറിനായിട്ടുള്ള ഈ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ചാണ് നമുക്കിവിടെ ഷോൾഡർ വരുന്നത്. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് വെച്ച് നമ്മൾ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ പിടിച്ചെടുത്ത ശേഷം 7 ഇഞ്ച് നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് തടിയുള്ള ആളായതുകൊണ്ടാണ് 7 ഇഞ്ചൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 7 ഇഞ്ച് നമ്മളിതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് റിഗാളിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക, താഴോട്ടേക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് താഴെയായിട്ടൊരു 7 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഷോൾഡറിൻ്റെ ഏരിയയും താഴത്തെ ഒരു ഏരിയയും ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു റിഗാളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇവിടെ മാർക്ക് ചെയ്ത് ഒരു 7 ഇഞ്ച് നമ്മൾ താഴെ മാർക്ക് ചെയ്തു, ഇതുപോലെ ലൈൻ വരച്ച് കൊടുത്തു. ഇനി ഈ മുകളിൽ നിന്ന് ഇത് താഴോട്ടേക്ക് ഒരു 7 ഇഞ്ച് കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 7 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ലെങ്ത്തിലാണ് നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചെസ്റ്റിൻ്റെ എൻ്റെ വശം കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ റിഗാൾ വരക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്കായിട്ടൊരു 7 ഇഞ്ച് കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റിൻ്റെ ഭാഗം തയ്യൽ തുമ്പടക്കം നമുക്ക് 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു എൽ ഷേപ്പ് കിട്ടും. ഈ ഒരു ഷേപ്പിനകത്താണ് നമ്മൾ റിഗാൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഈ ഒരു കോർണർ ഭാഗത്തിൽ നിന്ന് എന്ത് നമുക്ക് 1 ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലൊരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിൽ നിന്ന് കുറച്ചൊന്ന് കുഴിച്ചിട്ട്, അതായത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഈ ഒരു എല്ല് വരച്ച ഈ ഒരു ലെങ്ത്തിൻ്റെ സെൻറ്റർ ഭാഗം എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഉള്ളിലോട്ടേക്ക് വലിച്ചു കൊടുക്കുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പോൾ സെൻറ്ററിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അതിന് ശേഷം നേരെ നമ്മൾ മാർക്ക് ചെയ്ത് 1 ഇഞ്ച് പോയിൻറ്റിലൂടെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു
എൻഡ് ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കർവ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിഗാളിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരിക കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് വരുന്നത് 12.5 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽ തുമ്പടക്കം 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എൻഡിൽ നിന്ന് 12.5 ഇഞ്ച് ഇതേപോലെ മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ കുറച്ചിട്ടാണ് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷേപ്പിൻ്റെ ഭാഗം നമ്മൾ 11 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ചെസ്റ്റിൽ നിന്ന് 7 ഇഞ്ച് മാറിയിട്ട് താഴെയായിട്ട് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം 11 ഇഞ്ച് കൊടുത്തു. ഇനി അതിൽ നിന്ന് താഴോട്ടേക്ക് ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് പ്രകാരം ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് 1 ഇഞ്ച് താഴോട്ടേക്ക് കുഴിച്ചിട്ട് കൊണ്ടുവന്നു. അതിനുശേഷം നേരെ താഴോട്ടേക്ക് ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒരു ഹാൻഡ് വെച്ച് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അടിവശം നിങ്ങൾക്ക് മാക്സിമം വിരിവിന് കിട്ടാൻ വേണ്ടിയിട്ട് അടിവശത്തേക്ക് കട്ടിങ് പോവില്ല, മുകൾ വശത്ത് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് സ്ലോപ്പാക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെ മെഷർമെൻറ്റൊക്കെ ഏകദേശം എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി സ്ലീവിൻ്റെ ഭാഗം, ഇതിന് ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടുന്ന് ഇതുപോലെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു, പിന്നെ ഒരു എൽ ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ റിഗാൾ വരച്ചു. അപ്പോൾ നമ്മൾ മുകളിലെടുത്ത 7 ഇഞ്ചിന് താഴെയും കൊടുത്തു ഇതേപോലെ ഒരു ലൈൻ വരച്ചു. ഇനി അതിൽ നിന്ന് ചെസ്റ്റിൻ്റെ 12 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു റിഗാളിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതേപോലെ ഒന്ന് കുഴിച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നൈറ്റ് ചെയ്യുന്ന സമയത്ത് കുഴിച്ച് കൊടുത്തില്ല എന്ന പ്രശ്നമൊന്നുമില്ല, നമുക്ക് കുഴിച്ച് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് 1 ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നമ്മൾ ആ ഒരു റിഗാളിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊരു വരച്ചു കൊടുത്തു. അതിനുശേഷം ബാക്കി താഴോട്ടേക്ക് നമ്മൾ ഷേപ്പും മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കോർണറിലെത്തുന്ന സമയത്ത് മുകളിലോട്ട് കയറി പോരുത്, കാരണം നമ്മൾ 3 തുണി ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോർണർ സമയത്ത് ഇതേപോലെ കുത്തി നിർത്തുക. അതിനുശേഷം തിരിച്ച് പിടിച്ചെടുത്ത ശേഷം നമ്മുടെ ഈ ഒരു റിഗാളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോർണർ സമയത്ത് കയറി പോരുന്നത്, കറക്റ്റ് ആ ഒരു പോയിന്റിൽ തന്നെ കൊണ്ട് നിർത്തുക. അതിനുശേഷം ഇനി താഴോട്ടേക്ക് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തൂടെ താഴോട്ടേക്ക് ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഒത്തിരി നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തതുകൊണ്ട് അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു നൈറ്റി എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 നൈറ്റി ബിറ്റ് ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് 3 മീറ്ററിൻ്റെ 2 3 20 കേട്ടോ. അപ്പോൾ 3 നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യുന്ന സമയത്ത് എത്ര തുണി വേണമെങ്കിൽ ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എല്ലാം ഒരേ മെഷർമെൻറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടിവശം കൂടെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. അടിവശം നമ്മൾ ഇതുപോലെ മടക്കി അടിക്കാനുള്ളൊരു ഗ്യാപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് തന്നെ ഏറ്റവും അടിവശത്ത് നമ്മളൊരു കർവാക്കി കട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈറ്റി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ എല്ലാം ചെയ്യുന്ന സമയത്ത് സൈഡ് ഭാഗം ഞാണ്ട് പോകാതിരിക്കാൻ വേണ്ടി സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് കർവാക്കിയിട്ട് കോണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലും നമ്മൾ സൈഡ് ഞാണ്ട് പോകാതെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടിവശം ഒന്ന് ഇതുപോലെ ഒന്ന് കർവാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മളൊരു സൈഡിൽ ഭാഗം ഒരു 1 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് കർവാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതും കൂടെ ചെയ്തിട്ടുണ്ട്. അടിവശം നമ്മൾ മടക്കി അടിക്കാനുള്ളത് ഓൾറെഡി മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പീസ് വരുന്നത്, ഈ ഒരു ബ്ലൂ കളറിലാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്ലീവ് കൂടെ റെഡിയാക്കി എടുക്കണം. അതിന് നമ്മുടെ രണ്ടാമത്തെ ബിറ്റ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് വരുന്നതാണ് നമ്മളെ രണ്ടാമത്തെ ബിറ്റ്. അപ്പോൾ അതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അതിൽ സ്ലീവും കൂടെ കട്ട് ചെയ്യാനുണ്ട്. നമുക്ക് മൂന്നാമത് വരുന്നത് ഈ ഒരു ബിറ്റാണ്. അപ്പോൾ 3 നൈറ്റി ബിറ്റ് ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ 3ൻ്റെയും സ്ലീവാണ് ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത വേസ്റ്റ് പീസിൽ നിന്നാണ് നമുക്കിനി സ്ലീവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് നൈറ്റി ബിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് സ്ലീവിൻ്റെ പോർഷൻ എടുക്കാം. ഇത്രയും നാളെ നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് പീസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തത് കൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ ഇത്രയും കിട്ടില്ല. അപ്പോൾ ഇതേപോലെ 3 പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ 3.20 ആയിരുന്നു, രണ്ടാമത്തെ 3 മീറ്ററിൻ്റെയാണ് കേട്ടോ. 3 മീറ്ററിൻ്റെ ആകുമ്പോൾ വളരെ കുറച്ച് ലെങ്ത്ത് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്ക് സ്ലീവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്ലീവ് ബാക്കി കുറവുള്ള ലെങ്ത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വേസ്റ്റ് വെച്ച് ജോയിൻ ചെയ്ത് ലെങ്ത്ത് കൂട്ടിയെടുക്കണം. അപ്പോൾ അത് ഇതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ 3 മീറ്ററിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ജോയിൻറ്റ് വരും, തുണി കുറവായതിനാൽ. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യുക വെച്ചാൽ വേറെ പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ലെങ്ത്ത് കൂട്ടിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് ലെങ്ത്ത് കൂട്ടി എടുക്കണം. ഓക്കെ, അപ്പം ഇതുപോലെയാണ് നമ്മുടെ റിഗാളിൻ്റെ പോർഷൻ വരിക. അപ്പോൾ അതിനകത്ത് നമ്മൾ ബാക്കിയുള്ളതും കൂടി ചെയ്യണം. പിന്നെ നമുക്ക് ബാക്കി മെഷർമെൻറ്റ് പ്രകാരം ഒന്ന് കട്ട് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് തുണിയെല്ലാം ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൈയിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്കൊരു ഏകദേശം ഒരു 10 ഇഞ്ചാണ് നമ്മൾ കൈ നീളം വരുന്നത്. അപ്പോൾ നമ്മൾ കൈ നീളം ഒരു 10 ഇഞ്ച് നമ്മൾ ഈ ഒരു കോർണർ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇതുപോലെ 10 ഇഞ്ച് നമ്മൾ കൈ നീളം മാർക്ക് ചെയ്തു.
ഇനി കൈവണ്ണം നമുക്ക് വരുന്ന ഒരു 7 ഇഞ്ചാണ് നമുക്ക് കൈവണ്ണം വരുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കം ഒരു 8.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് കൈവണ്ണം വേണ്ടത്. തയ്യൽ തുമ്പ് അടക്കം കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടുത്തെ ഒരു കൈവിരിവ് ഏകദേശം ഒരു 10 ഇഞ്ചോളം നമുക്ക് ഈ ഒരു ഭാഗത്തും നമുക്ക് കൈവിരിവ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് കർവാക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ കട്ട് ചെയ്യേണ്ട ഭാഗം ഇതേപോലെ ഒന്ന് കർവാക്കിയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം റെഡി ആയിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്ലീവിന് വളരെ കുറച്ച് ലെങ്ത്ത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇനി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന പീസ് വെച്ച് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 3 മീറ്ററിൻ്റെ ബിറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ലെങ്ത്ത് കുറവാണെങ്കിൽ ഇനി അതിന് മാച്ച് ആകുന്ന രീതിയിലെ കോൺട്രാസ്റ്റ് ആകുന്ന വേറെ കളേഴ്സ് വെച്ച് നമുക്ക് എന്തെങ്കിലും സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. പക്ഷേ ആ സെയിം ഡിസൈൻ തന്നെ നിങ്ങൾക്ക് നെക്കിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ 3 സ്ലീവ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 നൈറ്റി ബിറ്റ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 മീറ്റർ നൈറ്റി ആണെങ്കിലും 3.5 മീറ്റർ കട്ട് ചെയ്യുകയാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വേസ്റ്റ് പീസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ സ്ലീവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും വേസ്റ്റ് പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി സ്ലീവ് ലെങ്ത്ത് കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ നെക്കിലൊക്കെ ക്രോസ് വെക്കാനുള്ള പീസും ഇതിനകത്ത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് വേസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി ക്രോസും കട്ട് ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ ഇതിനകത്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മുടെ നൈറ്റി കട്ടിങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം മാജിക് നീഡിൽ.